നമസ്കാരം. ഞാൻ ആദ്യം തന്നെ ഇവിടെ ഹാജർ വെക്കുകയാണ് ശാലിനി. അതായത് ഇവിടെ റേഡിയോ മാംഗോ സ്പോട്ട്ലൈറ്റിലെ ഞാൻ ഒരുപാട് സ്റ്റാർസിനെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പൊ സാധാരണ നായികമാരൊക്കെയാണ് വരണമെങ്കിൽ ഞാൻ അതിനോട് ഒപ്പിച്ച് തന്നെ മേക്കപ്പ് ചെയ്തൊക്കെ ഇരിക്കും. കാരണം എനിക്കറിയാം നിറച്ച് മേക്കപ്പ് ചെയ്തിട്ട് അവർ വരാന്നുള്ളത്. അപ്പൊ നമുക്ക് കോമ്പറ്റീഷൻ ഉണ്ടാവുമല്ലോ, അതുകൊണ്ട്. പക്ഷെ ഇന്നത്തെ എന്റെ ഗസ്റ്റ് വന്നപ്പോ തന്നെ ഞാൻ എന്റെ പ്രൊഡ്യൂസറോട് ചോദിച്ചു, ഞാൻ കുറച്ച് ഓവറായോ? ഇപ്പൊ തന്നെ മനസ്സിലുണ്ടാവും ആരാണ് ഇങ്ങനെ മേക്കപ്പ് ചെയ്യാണ്ട് റേഡിയോ ഇന്റർവ്യൂവിന് വന്നിരുന്ന ആള് എന്ന്. പേര് ഞാൻ പറയണില്ല, ഇത്രയും ഞാൻ തന്നെ സംസാരിച്ചുകൊണ്ടിരുന്ന. പേര് പറഞ്ഞോ. ഹായ്, ഹലോ, ഞാൻ അനുമോളാണ്. സത്യം പറഞ്ഞ അനുമോളെ മനസ്സിൽ കരുതുമ്പോൾ വലിയ മേക്കപ്പ് ഇട്ട മുഖമൊന്നും വരില്ല. എന്നാൽ പോലും ഞാൻ വിചാരിച്ചു ഒരു നായികയൊക്കെ വരുമ്പോ അത്യാവശ്യം മേക്കപ്പ് ഒക്കെ ഇട്ട് ബ്രാൻഡഡ് ഡ്രസ് ഒക്കെ ഇട്ടിട്ട് അത്രയും ലക്ഷറിയസ് ആയിട്ടുള്ള ഷൂസ് ഒക്കെ ഇട്ടിട്ട് ബാഗ് ഒക്കെ ഇട്ടിട്ടായിരിക്കും വരാന്ന് കരുതിയിട്ടാണ് ഞാൻ കരുതിയത്. ഞാൻ എന്താണെന്നറിയോ, എനിക്ക് ചില സമയത്ത് എനിക്ക് ഇഷ്ടമാണ്, ഞാൻ ബ്രാൻഡഡ് ഒക്കെ നോക്കും. പക്ഷെ ചില സമയത്ത് ഇങ്ങനെയാണ്. പിന്നെ ഇറങ്ങി നടക്കാൻ എനിക്ക് എപ്പോഴും കംഫർട്ടബിൾ കോട്ടൺ സാധനങ്ങളും അങ്ങനെയൊക്കെയാണ്. അപ്പം അതിലാണ്. പിന്നെ മേക്കപ്പ് എന്താ വെച്ചാല് പൊതുവേ ഞാൻ ഇടാറില്ല മേക്കപ്പ് കേട്ടോ. ഫിലിംസിലാണെങ്കിലും എനിക്ക് മേക്കപ്പ് കുറവാണ്. പുറത്തിറങ്ങി നടക്കുമ്പോഴും മേക്കപ്പ് ഇടാറേ ഇല്ല. ഇന്റർവ്യൂസ്, ഈവൻ ചാനൽ ഇന്റർവ്യൂസിന് പോകുമ്പോഴും ഞാൻ മേക്കപ്പ് കുറവാണ്, ഇടാറില്ല. അവർ കെഞ്ചും എന്നോട്, ഓയിലിയാണ്, പൗഡർ പാഡ് എങ്കിലും ചെയ്യാം, ഞാൻ സമ്മതിക്കില്ല. എന്നുവെച്ചാൽ ഞാൻ ഇങ്ങനെയാണ്. അനുവിന് വേറൊരു കോംപ്ലിമെന്റ് ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് സ്റ്റാർസ് വരുമ്പോഴൊക്കെ ഫോട്ടോ എടുക്കാനായിട്ട് എല്ലാവരും അങ്ങനെ വരുമൊന്നുമില്ല. പക്ഷെ ഇന്ന് എനിക്ക് ഒരുപാട് റിക്വസ്റ്റ് കിട്ടിയിട്ടുണ്ട്, അനുമോളാണോ വരുന്നത്, ഞാനും കൂടി ഒരു ഫോട്ടോ എടുക്കുക, ഞാനും കൂടി ഒരു ഫോട്ടോ എടുക്കുക. എനിക്ക് കുറെ റിക്വസ്റ്റ് വന്നിട്ട് ഞാൻ റിജക്ട് ചെയ്തതാണ്. മിസ് ചെയ്തു, എനിക്കും കൂടെ അവരെയൊക്കെ കാണായിരുന്നു. അനുമോൾക്ക് ഒരുപാട് ആരാധകരുണ്ടല്ലേ. ഇപ്പൊ ഇന്നലെ ഇന്നുമായിട്ടൊരു സംഭവം നടന്നുകൊണ്ടിരിക്കുക. ഒരു 4 years ആയിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളുണ്ട്. അയാൾ റെഗുലർ ആയിട്ട് എനിക്ക് മെസ്സേജസ് അയക്കുന്നുണ്ട് പേജിൽ. അപ്പം പേജ് മാനേജേഴ്സ് നോക്കും, ഭയങ്കര കൂടുതൽ വരുമ്പോൾ അവർ എന്നെ വിളിച്ച് പറയും, ഞാനും നോക്കും. ഇന്നലെ അയാൾ എസ് ഓർ നോ എന്നോട് പറയണം എന്നൊക്കെ പറഞ്ഞ് അയച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ പുള്ളിക്ക് എന്നോട് ഭീകര പ്രണയമാണ്. അപ്പൊ അവര് പ്രണയമായിട്ടാണ് എനിക്ക് എല്ലാ ദിവസവും മെസ്സേജസ് അയക്കുന്നത്. ശരിക്കും പുള്ളിനായിട്ട് ഞാൻ റിലേഷൻഷിപ്പിൽ ഉള്ള പോലെയാണ് അയക്കുക. പുള്ളി എല്ലാ കാര്യങ്ങളും എന്നെ അപ്ഡേറ്റ് ചെയ്യും. ഞാൻ അത് വാങ്ങിച്ചു, ഇത് വാങ്ങിച്ചു, എന്നെ പാറു എന്നാ വിളിക്കുന്നത്, അങ്ങനെയൊക്കെ. പക്ഷെ പാവം അയാൾ ജെന്യൂൻ ആയിരിക്കും. പക്ഷെ ഞാൻ എന്നിട്ട് ഇന്നിങ്ങനെ കൺഫ്യൂഷനാണ്, അയാൾക്ക് മറുപടി അയക്കണോ വേണ്ടേ. എന്താ വെച്ചാൽ കുറെ കൊല്ലങ്ങളായിട്ട് അയാൾ റെഗുലർ ആയിട്ട് ഇത് അയക്കുകയാണ്. ഞാൻ വെച്ചാൽ ഇപ്പോഴെങ്കിലും അയാളോട് പറയാം. എന്താ വെച്ചാൽ എന്നെ പേഴ്സണലി അറിയാണ്ടല്ലേ അയാൾക്ക് ഇഷ്ടപ്പെടണേ. എന്നെ ടിവിയിലൊക്കെ കണ്ടിട്ടുള്ള ഇഷ്ടമാണ്. തിരിച്ച് എനിക്കും അയാളെ അറിയ പോലും ഇല്ല. അപ്പം ഇങ്ങനെ എത്ര സില്ലി അല്ല ചേട്ടാ പ്രണയം എന്ന് എനിക്ക് അദ്ദേഹത്തിനോട് പറയണമെന്ന് ഭയങ്കര ആഗ്രഹം, മനസ്സിലാക്കണമെന്ന് ഞാനിങ്ങനെ വിചാരിക്കാണ്. പിന്നെ എനിക്ക് പേടിയാണ് മനസ്സിലാവോ ഇല്ലേ എന്നൊക്കെ. അങ്ങനെ കുറെ ആൾക്കാരുണ്ട് കേട്ടോ. പിന്നെ ഞാനിപ്പോ പാലക്കാട് കഥകളി ചെയ്യാൻ പോയ സമയത്ത് കുറെ കുട്ടികൾ അവിടെ വന്നു എന്നെ കാണാനായിട്ട്. വേറൊരാള് കൊല്ലങ്കോട് നിന്ന് വന്നു, അങ്ങനെ ട്രിവാൻഡ്രത്ത് നിന്ന് ഒരാൾ വന്നു. ഈ കുട്ടികൾ എനിക്ക് എന്റെ ഒരു പടമൊക്കെ വരച്ചു തന്നു. ഒരു 3 ആൺകുട്ടികള്. അതൊക്കെ കണ്ടല്ലേ. ഒരു ഇന്റർവ്യൂ ചെയ്യുന്ന ഒരാൾ വന്നിരിക്കുമ്പോ പഠിക്കണമല്ലോ. അതെ, അപ്പം അങ്ങനെയൊക്കെ കുറച്ച് ഫാൻസ് ഉണ്ട്. പിന്നെ ചേച്ചി ഞങ്ങളുടെ ചങ്കാണ്, ചേച്ചി ഞങ്ങളുടെ മുത്താണ്, അങ്ങനെയൊക്കെ കുറെ ആൾക്കാരുണ്ട്. എപ്പോഴെങ്കിലും ഒക്കെ ഏതെങ്കിലും വേദിയിൽ എന്തെങ്കിലും പരിപാടി അവതരിപ്പിക്കാൻ പോകുമ്പോ, കഥകളിയൊക്കെ അവതരിപ്പിക്കുന്നതല്ലേ, ഇതുപോലെ ക്രേസി ആയിട്ടുള്ള ഫാൻസ് ഒക്കെ വരാറുണ്ട്. അതാണ് എനിക്ക് ഭയങ്കര സന്തോഷം. ഈ കുട്ടികൾ അവിടെ വന്നിട്ട് കഥകളി നമ്മൾ തവണ ചെയ്തത് 10 hours പെർഫോമൻസ് ആണ്. ഈ കുട്ടികൾ രാവിലെ വന്നിട്ട് എന്നെ കാത്തിരിക്കുക അവിടെ. അവര് ആദ്യമായിട്ടാണ് ചേച്ചി ജീവിതത്തിൽ ഞങ്ങൾ കഥകളി കാണുന്നതെന്നൊക്കെ പറഞ്ഞു. എന്നുവെച്ചാൽ ഒട്ടും കഥകളി ടേസ്റ്റോ ഇൻട്രസ്റ്റോ മനസ്സിലാവോ ചെയ്യാത്ത കുട്ടികളാണ്. എനിക്ക് വേണ്ടി അവരത് മുഴുവൻ ഇരുന്ന് കണ്ടു. അങ്ങനെയൊക്കെ ക്രേസി ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ലവ് ലെറ്റേഴ്സ് ഒക്കെ കിട്ടാറുണ്ടോ? ഇപ്പൊ എന്താണെന്നറിയോ, ലെറ്റർ കാലം അല്ലല്ലോ, അതുകൊണ്ട് മറ്റേ പേജിലാണ് ലവ് ലെറ്റേഴ്സ് കുറെ വരും. നമ്മളിങ്ങനെ ആലോചിക്കുകയും ചെയ്യും, എങ്ങനെയല്ലേ ഇങ്ങനെ പരിചയമില്ലാത്ത ആൾക്കാരോടൊക്കെ പോയി ഐ ലവ് യു പറയുന്നതെന്ന് ഇങ്ങനെ തോന്നും. റിപ്ലൈ ചെയ്യാറുണ്ടോ? പേടിയാ. ഇതുവരെ റിപ്ലൈ ചെയ്തില്ല, കള്ളം പറയുന്നത്. അങ്ങനെയല്ല, പേജിൽ റിപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാല് പേജ് വേറെ കുറച്ച് കുട്ടികളാണ് മാനേജ് ചെയ്യുന്നത്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഞാൻ ഇടയ്ക്ക് കയറി നോക്കുമ്പോൾ നമുക്ക് ജെന്യൂൻ ആണ്, ഫിലിമിനൊക്കെ പറ്റിയൊക്കെ ജെന്യൂൻ ഒരു ക്രിട്ടിസൈസ് ചെയ്യുകയാണെങ്കിലും അപ്രീസിയേഷൻ ആണെങ്കിലും ഒക്കെ ചിലപ്പോൾ മറുപടി അയക്കും. പക്ഷെ ഐ ലവ് യു ഒക്കെ അയക്കുമ്പോൾ എനിക്ക് റിപ്ലൈ ചെയ്യാൻ പേടിയാ. ഒരു റിപ്ലൈയിലെങ്ങാനും തലയിലായാലോ. ഏത് വഴിക്കാ പണി വരുന്നതെന്ന് പറയാൻ പറ്റില്ല. പിന്നെ അതുമല്ലേ, അത് എന്ത് രീതിക്കാണ്, എങ്ങനത്തെ ആൾക്കാരാണ്, ഫേക്ക് ആണോ ഒന്നും നമുക്കറിയില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ റെസ്പോണ്ട് ചെയ്യാറില്ല. ഭയങ്കര ജെന്യൂൻ ആണ് അല്ലെങ്കിൽ ഫിലിം റിലേറ്റഡ് ആണ് എന്നൊക്കെ തോന്നിയാലേ മറുപടി അയക്കാറ്. ഇത്രയും പേടിയുള്ള ആള് പക്ഷെ ഫേസ്ബുക്കിൽ ഇഷ്ടം പോലെ പിക്ചേഴ്സ് അപ്ഡേറ്റ് ചെയ്യണ്ടല്ലോ. അതെന്താണെന്നറിയോ, ആ കുട്ടികൾ എന്നോട് എല്ലാ ദിവസവും ചേച്ചി പടയക്കും, പേജ് നോക്കുന്ന കുട്ടികൾ പടയക്കൂ ചോദിക്കും. ഞാനിങ്ങനെ കിട്ടുന്ന പടങ്ങൾ അവർക്ക് അയച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ പിക്ചേഴ്സ് ഒക്കെ ഒരുപാട് പോസ്റ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടു. ഓരോരോ രാവിലെ ഒരു പിക്ചർ, ഉച്ചയ്ക്ക് ഒരു പിക്ചർ, വൈകുന്നേരം ഒരു പിക്ചർ, ഡെയിലി ഒരെണ്ണാന്ന് തോന്നുന്നു. പക്ഷെ ഞാൻ ഈ പേജിലാക്കി ചെയ്തിട്ടുള്ളതേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോട്ടിഫിക്കേഷൻ വന്നോണ്ടിരിക്കും, അനുമോൾ പിക്ചർ അപ്ഡേറ്റ് ചെയ്തു. ഇതിനും മാത്രം പിക്ചർ എടുത്ത് കൊണ്ടുപോകും. അല്ല, ഏത് ഇവന്റ്സിന് പോയാലും ഫോട്ടോഗ്രാഫേഴ്സ് പടം എടുക്കൂലേ, ചേട്ടാ ഒന്ന് മെയിൽ ചെയ്ത് തരണേ എന്ന് പറയാം. എവിടെ ചെന്നാലും എല്ലാരോടും പറയും. ഇപ്പൊ നമ്മൾ ഇടുന്ന പിക്ചേഴ്സിന് അപ്പൊ അതിന്റെ കമന്റ്സ് ഒക്കെ ശ്രദ്ധിക്കാറുണ്ട്. ഇടയ്ക്ക് നല്ല മൂഡാണെങ്കിൽ കമന്റ്സ് ശ്രദ്ധിക്കും, മോശം മൂഡാണെങ്കിൽ കമന്റും കൂടെ കണ്ടാൽ ചിലപ്പോൾ നമ്മൾ
നമ്മളും കൂടുതൽ ഡിപ്രസ്ഡ് ആവും. മോശം കമന്റ്സ് ഒക്കെ വന്നിട്ടുണ്ടോ? മോശം കമന്റ്സ് വരും. ഇപ്പൊ എന്തോ ഒരു ഫിൽറ്റർ ഇട്ടിട്ടുണ്ട് ആ കുട്ടികൾ, അപ്പൊ അതുകൊണ്ട് അങ്ങനെ മോശം വരില്ല. പണ്ട് മോശം കമന്റ്സ് ഒക്കെ വരും, നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വരും. എങ്ങനത്തെ? ഇപ്പൊ എന്താ അറിയോ, നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് സ്ലീവ്ലെസ് കണ്ടാലൊക്കെ ചിലപ്പോൾ ഭയങ്കര പ്രശ്നം. കഴിഞ്ഞ ദിവസം ഇപ്പൊ മിഞ്ഞാന്ന് ഞാനും അനിയത്തിയും കൂടെ നാട്ടിലേക്ക് പോവാ. അവളൊരു ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നേ. ഏതോ ഒരു പയ്യൻ ബൈക്കിൽ പോവാണ്, തൃശ്ശൂര് സൈഡാണ്, ചീത്ത വിളിക്കുന്നു, പാന്റ് എടുത്തിട്ടെന്ന് പറഞ്ഞിട്ട്. അതിന്റെ കൂടെ വേറെയും കുറച്ച് തെറികളുണ്ടായിരുന്നു, ഞാൻ പറയുന്നില്ല, ബീപ്പ് കയറി വരും. അങ്ങനെ ബൈക്കിൽ വിളിച്ച് പറഞ്ഞിട്ട് പോയി. ഇവളുടെ കാല് പൊള്ളിയിട്ട് ഇവർക്ക് ഡ്രസ്സ് ഇടാൻ പറ്റില്ല, ഷോർട്ട്സ് തന്നെ കഷ്ടപ്പെട്ട് ഇട്ടതാ, അത് പാവം. അങ്ങനത്തെയൊക്കെ തെറിവിളികളൊക്കെ വരും ചിലപ്പോ സ്ലീവ്ലെസ് ഒക്കെ ഇട്ടാലൊക്കെ. അപ്പൊ പേജിലും വരും. ആൾക്കാർക്ക് ഭയങ്കര പ്രശ്നമാണ്. നമ്മുടെ കൈയൊക്കെ കണ്ടാൽ എന്തോ പ്രശ്നം പറ്റും അവർക്ക്. ഇതൊക്കെ ബോധർ ചെയ്യുന്നുണ്ടോ പനുവിനെ? ഇല്ല, ഞാൻ അതുകൊണ്ട് അത് ശ്രദ്ധിക്കാറില്ല. ആദ്യമൊക്കെ നമുക്ക് ഒത്തിരി സങ്കടമായിരുന്നു. ഇപ്പൊ എന്താ വെച്ചാല് അവരുടെ മാനസിക രോഗം നമ്മൾ വിചാരിച്ചിട്ട് കളയും. ഇപ്പൊ അതങ്ങനെ മൈൻഡ് ചെയ്യാണ്ട് വിടും. പിന്നെ വിചാരിക്കും ഷോ ആ കുട്ടിയുടെ ഒക്കെ ഒരു ചിന്താഗതി എന്ത് മോശമല്ലേ എന്നങ്ങോട്ട് വിചാരിക്കും. ഇങ്ങനെ മോശം കമന്റ്സ് വരുമ്പോ അല്ലെങ്കിൽ മോശമായിട്ട് അഭിപ്രായം വരുമ്പോ അതിന് കുത്തിയിരുന്ന് റിപ്ലൈ ചെയ്തിട്ടുണ്ട് എപ്പോഴെങ്കിലും ഒക്കെ? ഉണ്ട്. ചില സമയത്ത് ഞാൻ മോശം മൂഡിലോ ദേഷ്യപ്പെട്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ കൺട്രോൾ വിടും. ഞാൻ ഭയങ്കര ക്ലീൻ ആയിട്ട് ഡീസന്റ് ആയിട്ട്. ആൾക്കാർ ചിലപ്പോൾ നമ്മളോട് മോശം കാര്യങ്ങളൊക്കെ ചോദിക്കും. ശരിക്കും വീട്ടിലെ കുട്ടി അമ്മ ഇല്ലേ, അമ്മയുടെ അടുത്തൊന്ന് പോയി ചോദിച്ചിട്ട് വരൂ എന്ന് പറയും. അല്ലെങ്കിൽ ഇങ്ങനെയാണോ വീട്ടിലെ അനിയത്തിയോടും ചേച്ചിയോടും അങ്ങനെയൊക്കെ ചോദിക്കും. അല്ലാണ്ട് തെറി വിളിക്കില്ല. അതെന്റെ ഒരു ശബ്ദമാണ്, ഞാൻ തെറി പറയില്ല എന്ന്. അതുകൊണ്ട് ഞാൻ അങ്ങനെ മോശം വാക്കുകൾ പറഞ്ഞിട്ടില്ല. ഞാൻ 9th പഠിക്കുമ്പോൾ എന്റെ ഒരു ഫ്രണ്ടിനെ പട്ടിന്ന് വിളിച്ചിട്ട് അമ്മടേക്കും തല്ലിട്ടി. ഈ പട്ടി എന്നൊക്കെ എപ്പോഴും വിളിക്കും, പക്ഷെ ഞാൻ കൂടിയ തെറികൾ വിളിക്കില്ല എന്ന്. പിന്നെ അങ്ങനെ ശബ്ദമാണ്. അറിയാത്തോണ്ടല്ല, എല്ലാ തെറിയും അറിയാം, കേട്ടാലും മനസ്സിലാവും. എല്ലാം കേട്ടാലും മനസ്സിലാവും, എനിക്ക് അറിയുകയും ചെയ്യും. പക്ഷെ ഞാൻ എന്റെ നാക്കൊണ്ട് അത് പറയില്ല എന്നേ ഉള്ളൂ. ഒന്നേ ഉള്ളൂവെങ്കിലും ഒലക്കൊക്കെ അടിച്ച് വളർത്തണം എന്നാണ് നമ്മളൊക്കെ കേട്ടിട്ടുള്ളത്. പക്ഷെ ഇവിടെ ആക്ട്രസ് അനുമോളുടെ വീട്ടില് രണ്ടുപേരുണ്ടെങ്കിലും ഏതാണ്ട് അതേ അവസ്ഥയൊക്കെ തന്നെയാന്ന് തോന്നുന്നു അല്ലേ? ഞാൻ കേട്ടിട്ടുണ്ട് അമ്മ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു അല്ലേ ചെറുപ്പത്തില്. ഇപ്പൊ അല്ല, ഒരു 8th കഴിഞ്ഞപ്പോ ഞാൻ അമ്മയെ മാറ്റി. പിന്നെ അമ്മ തിരിച്ചായി, ഭയങ്കര ബഹളം. ഇപ്പൊ നമ്മൾ അമ്മയെ ചീത്ത പറയണം, അടങ്ങിയിരിക്കും അമ്മ, പതുക്കെ ചിരിക്കും അമ്മ എന്നൊക്കെ നമ്മൾ അമ്മോട് അങ്ങോട്ട് പറയണം. വീട്ടിലെ ഏറ്റവും ചെറിയ കുട്ടി അമ്മയെന്നൊക്കെ. ഇപ്പൊ അമ്മ അങ്ങനെയാണ്. അമ്മ ഇങ്ങനെ കൊഞ്ചിക്കണം, അമ്മയെ നമ്മളിങ്ങനെ കൊണ്ടുപോകണം, അമ്മയ്ക്ക് എല്ലാം മേടിച്ചു കൊടുക്കണം. റോഡ് ക്രോസ് ചെയ്യുകയാണെങ്കിൽ അമ്മയെ കൈ പിടിച്ച് ക്രോസ് ചെയ്യിപ്പിക്കണം. എങ്ങോട്ടും ഒറ്റയ്ക്ക് പോവില്ല, കൊണ്ടാക്കണം, തിരിച്ചു കൊണ്ടുവരണം. ഇപ്പൊ അമ്മയുടെ അച്ഛൻ ഹോസ്പിറ്റലായിട്ട് അമ്മ അവിടെയാണ്. അപ്പൊ ഞാൻ ഇവിടുന്ന് പേസ്റ്റും ബ്രഷും സോപ്പൊക്കെ എറണാകുളത്തുനിന്ന് മേടിച്ചു കൊണ്ട് കൊടുക്കണം. അവിടെ നിന്നൊന്നും വാങ്ങിക്കില്ല, നാട്ടിൽ വേടിക്കില്ല എന്നല്ല, അമ്മ ഒറ്റയ്ക്ക് പോയി വേടിക്കില്ല. നടുവട്ടത്താണ്, എന്റെ നാട്ടിലാണെങ്കിൽ അമ്മ കടയിൽ പോയി തൊട്ടപ്പുറത്ത് എടുക്കും. അല്ല ഇപ്പൊ പെരിന്തൽമണ്ണ ഹോസ്പിറ്റൽ ആയതുകൊണ്ട് അതിന്റെ താഴെ ഒരു കടയിൽ പോയി മേടിച്ചാൽ പോരെ, അമ്മ വേടിക്കില്ല. അല്ലെങ്കിൽ മാമ്മമാരോട് പറഞ്ഞാൽ പോരെ, അതും ചെയ്യില്ല. ഞാൻ തന്നെ കൊണ്ടു കൊടുക്കണം അമ്മയ്ക്ക്. എന്റെ ഒരു പ്രസൻസ് അല്ലെങ്കിൽ അങ്ങനെ അമ്മ അങ്ങനെ കൊഞ്ചിച്ച് കൊണ്ട് നടക്കണം. അമ്മയ്ക്കും അത് ഇഷ്ടമാണ്, ഞാൻ അങ്ങനെ ചെയ്തു. ഞാനും അത് ശീലാക്കി. വളരെ ബോൾഡ് ആണോ അനു? അതെനിക്ക് അറിയില്ല. എന്താ വെച്ചാല് ഞാൻ ബോൾഡ് ആണ് എന്ന് പറഞ്ഞാൽ ബോൾഡ് ആണ്. എന്താ വെച്ചാൽ എന്നാൽ ഞാൻ തീരെ ചേരാത്തൊരു സ്വഭാവം എനിക്കുണ്ട്. ബോൾഡും സ്ട്രോങ്ങിന്റെയും കൂടെ ഞാൻ ഭയങ്കര ഇമോഷണലും ഭയങ്കര സെൻസിറ്റീവും ആണ്. അപ്പൊ അത് രണ്ടും ഒരു ചേരായില്ലേ? എവിടെയോ ചോദിച്ചു എന്തായാലും. അനുമോളെ കുറിച്ച് ഞാൻ ഇൻഡസ്ട്രിയിലും കേട്ടിട്ടുള്ളത് എല്ലാം സ്വന്തമായിട്ട് തനിയെ എല്ലാം ചെയ്യാൻ പ്രാപ്തിയുള്ള കുട്ടി എന്നുള്ളതാണ്. അതിന് കാരണം അപ്പൊ അമ്മ തന്നെയാണ്. പിന്നെ അതിന് വേറൊരു കാരണം എന്താ വെച്ചാൽ അച്ഛൻ മരിച്ചുപോയി 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ. അപ്പൊ പിന്നെ ഞാൻ ചെയ്തേ പറ്റുള്ളൂ. പിന്നെ എനിക്ക് അനിയത്തിയാണുള്ളത്. അപ്പം അങ്ങനെ എല്ലാം ഞാൻ ചെയ്തു. എനിക്ക് തോന്നുന്നു ഒരു 7th മുതൽ ഞാൻ സ്വയം പര്യാപ്തയാണെന്ന് തോന്നുന്നു. എത്രാം ക്ലാസ് തൊട്ട് ഡ്രൈവ് ചെയ്യും? 7th. പോലീസ് കേൾക്കണ്ട. പക്ഷെ അന്ന് അവർക്കൊക്കെ അറിയായിരുന്നു കേട്ടോ, അവിടെ ഉണ്ടായിരുന്ന അവരൊക്കെ. പക്ഷെ എന്റെ ഒരു കുട്ടിക്കളിയായിട്ടേ കണ്ടിട്ടുള്ളൂ അന്നത്തെ പോലീസ് മാമ്മമാരൊക്കെ. എന്തായിരുന്നു പഠിക്കേണ്ടായ സാഹചര്യം? ഡ്രൈവിംഗ് ഒന്നുമില്ല, വീട്ടില് ഡ്രൈവേഴ്സൊക്കെ തിരക്കാവും, അല്ലെങ്കിൽ അച്ഛൻ അബ്കാരിയായിരുന്നു. അപ്പൊ പിന്നെ എന്താ വെച്ചാൽ അവരുടെ ഓട്ടങ്ങളൊക്കെ പോകുമ്പോൾ നമുക്ക് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ലല്ലോ. അത് കാരണം അങ്ങനത്തെ പ്രശ്നങ്ങൾ കാരണം പഠിച്ചതാണ് വാശിക്ക്. അമ്മനോട് പോയി പഠിക്കുന്ന വണ്ടി എടുത്തോന്ന് പറഞ്ഞു, ഞാൻ എടുത്തു. ഏത് വണ്ടിയായിരുന്നു? ജീപ്പ്. ആരെ പഠിപ്പിച്ചപ്പോ? പഠിപ്പിക്കാന്ന് പറഞ്ഞാലേ ഞാൻ കുട്ടിയമ്മ മുതൽ ഡ്രൈവറുടെ മടിയിൽ ഇരുന്നിട്ടാണ് സ്കൂളിലേക്ക് പോകുക. അത് എന്റെ സീറ്റാ, എന്റെ റൈറ്റ് ആണ് ആ സീറ്റ്. അപ്പൊ അങ്ങനെ ഞാൻ അവിടെ ഇരുന്ന് അപ്പോഴേ തൊട്ട് സ്റ്റിയറിംഗ് കളിക്കുന്നതാണ്. LKG മുതൽ. ദേഷ്യം വന്നാൽ കീയൂരി വലിച്ചെറിയും ചെയ്യും. അന്ന് മുതലുള്ള എന്റെ ഒരു സ്വഭാവമാണത്. അപ്പം അതുകൊണ്ട് ആ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ 7th അല്ലേ, നമുക്കൊരു ബോധമുള്ള കാലൊന്നും അല്ലല്ലോ, എന്തിനും ധൈര്യമായിരിക്കുമല്ലോ. അങ്ങനെ സ്കൂൾ അടച്ച സമയത്ത് എന്റെ അമ്മേന്റെ ചേച്ചീന്റെ വീടുണ്ട് അങ്ങാടിപ്പുറത്ത്. ഞാൻ വല്യച്ഛന്റെ അടുത്ത് പോയി. വല്യച്ഛൻ 3-4 ദിവസം കൊണ്ട് എനിക്ക് സ്റ്റിയറിംഗ് ഒക്കെ സ്റ്റഡിയാക്കി തന്നു, ഗിയറൊക്കെ പഠിപ്പിച്ചു തന്നു, ക്ലച്ച് ചെയ്താ, ബ്രേക്ക് ചെയ്താ, ആക്സിലേറ്റർ ചെയ്താന്ന് പറഞ്ഞു. കാലൊക്കെ ഞാൻ 7ാം ക്ലാസ് മുതൽ ഈ സൈസ് ഉണ്ട്. 7ൽ വളർച്ച മുരടിച്ചു. അതെ. അപ്പം അങ്ങനെ അന്ന് പഠിച്ചു. 7-8 ദിവസം കൊണ്ട് ഞാൻ വണ്ടി ഓടിച്ചു. വീട്ടുകാർക്കും ധൈര്യമായിരുന്നു, അല്ലെങ്കിൽ ഒന്നും പഠിക്കില്ല. എല്ലാം അമ്മയാണ്. ഇപ്പൊ ഈവൻ ആ സമയത്ത് എന്നെ കാര്യങ്ങൾ ഓഫീസുകൾക്ക്, ഓരോ പേപ്പറുകൾക്ക്, ബാങ്കിന്, ഇതിനൊക്കെ വിടുമ്പം അമ്മ വീട്ടിലിരുന്ന് അങ്ങനെ ഡയറക്റ്റ് ചെയ്യും. അവിടെ പോ, ഇവിടെ പോ, അത് ചെയ്യും, ഇത് ചെയ്യും. ഇപ്പൊ ഞാൻ ബാങ്കിൽ പോകുമ്പോൾ അമ്മ ബാങ്കിൽ വിളിച്ച് പറയും മോള് വരുന്നുണ്ട് എന്ന്. ഞാൻ അവിടെ എത്തും. അങ്ങനെ എല്ലാം എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചു. അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ആയത്. പാലക്കാട് ജില്ലയിൽ പട്ടാമ്പി പോലൊരു സ്ഥലത്ത് നിന്ന് എറണാകുളത്തെത്തി ഇവിടെ ഒരു ചാനൽ അവതാരകയായി തുടങ്ങി
തുടങ്ങി പിന്നെ സിനിമയിലെത്തിയ അനുമോൾ. അല്ല, എങ്ങനെയായിരുന്നു ഈ ജേർണിയൊക്കെ? ഒട്ടും ഈസി ആവില്ല അല്ലെ, ഗോഡ് ഫാദർ ഒന്നും ഇല്ലാത്തോണ്ട്? ഒന്ന് പട്ടാമ്പിന്നും നടുവട്ടം എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് എന്റെ വീട്, കുറെ ഉള്ളിലാ. പിന്നെ ഞാൻ എഞ്ചിനീയറിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട് കോയമ്പത്തൂർ പോയി. അതാണ് എന്റെ ആദ്യത്തെ ഞാൻ വേറെ ലോകം കാണുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എറണാകുളത്ത് വരുന്നത് എനിക്കിവിടെ ജോലി കിട്ടിയിട്ടാണ്. ഞാൻ സോഫ്റ്റ്വെയർ ട്രെയിനി ആയിട്ട് എനിക്കിവിടെ ജോലി കിട്ടി. അങ്ങനെയാണ് ഇങ്ങോട്ട് വന്നത്. അവിടെയും പോയില്ല. ഓഫീസിൽ ചെന്നപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്കിങ്ങനെ ഒരു ചില്ലുകൂട് സെറ്റപ്പിൽ ഇരുന്ന് വർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന്. അപ്പം പോയില്ല. പിന്നെ ഇങ്ങനെ തെണ്ടി നടക്കുന്ന സമയത്ത് എന്നോട് ഒരാൾ പറഞ്ഞു, ഒരു ചാനലിന് വേണ്ടിയിട്ട് ഒരു കുട്ടിയെ നോക്കുന്നുണ്ട്, നീ നോക്കുക. അപ്പൊ ഞാൻ പരിപാടി ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് നോക്കുക എന്ന് പറഞ്ഞു. അപ്പം ഇതിനു മുമ്പും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു 1-2 സ്ഥലത്ത്. അപ്പം അങ്ങനെയാണ് എന്നെ വിളിച്ചത്. അവിടെ പോയി അവർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ അന്ന് നല്ല പട്ടാമ്പി വർത്താനായിരുന്നു. ഇപ്പൊ അത് കുറെ കൈമോശം വന്നു. അപ്പം അതൊക്കെ കൊണ്ട് അവർക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ അവിടെ പ്രോഗ്രാം ചെയ്തു തുടങ്ങി. അവിടുന്ന് പിന്നെ കുറെ കോൾസ് വന്നു. ആക്ച്വലി അതിന് മുമ്പും എനിക്ക് ഒരിക്കൽ നാട്ടിൽ നിന്നും ഫിലിം ഓഫർ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മൾ ചെയ്തില്ല. സിനിമ പോയിട്ട് സീനൊന്നും ഇവിടെ മിണ്ടി പോരുത് എന്നുള്ള ആറ്റിറ്റ്യൂഡായിരുന്നു എല്ലാവർക്കും. ഞാനും അങ്ങനെയാ, സിനിമയോ അതെന്താന്നുള്ള ആറ്റിറ്റ്യൂഡാണ്. എന്നുവെച്ചാൽ അങ്ങനെ സിനിമ കാണുകയൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ ആദ്യം സിനിമ റിജക്ട് ചെയ്തു. പിന്നെ ആങ്കറിങ് തുടങ്ങി. അവിടുന്ന് കുറെ ഓഫേഴ്സ് വന്നപ്പോഴും ആദ്യമൊക്കെ ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ ചാനലിൽ എല്ലാവരും എന്നോട് പറഞ്ഞു, ട്രൈ നോക്കുന്നു, എന്റെ തലയിൽ എന്തോ വരച്ചിട്ടുണ്ട് മോളെ, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ വിളിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ട്രൈ ചെയ്യാം, ഒരെണ്ണം ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ചെയ്തു തുടങ്ങി. ശരിക്കും പറഞ്ഞാല് ജേർണി അത്ര ഡിഫിക്കൽട്ട് ആയിരുന്നില്ല. എന്നുവെച്ചാൽ ഞാൻ പോലും അറിയാതെയാണ് ഞാൻ സിനിമ ചെയ്ത് തുടങ്ങിയത്. ഇങ്ങോട്ടേക്ക് വന്നതാണ്. അതെ, അതുമല്ല സിനിമ താല്പര്യമില്ല, സിനിമ അറിയൂല, എന്താ ഏതാന്ന് അറിയാത്തൊരവസ്ഥയിലാണ് ഞാൻ സിനിമ ചെയ്തു തുടങ്ങിയത്. സിനിമ ചെയ്ത് തുടങ്ങി ഒരു സെക്കൻഡ് അകമൊക്കെ ചെയ്ത സമയത്താണ് ഞാൻ സിനിമ കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലെങ്കിൽ എനിക്ക് താല്പര്യവും ഇഷ്ടവും വന്നത് സിനിമ ചെയ്തു തുടങ്ങിയതിനു ശേഷമാണ്. പിന്നെ അതിങ്ങനെ കൂടി വന്ന് ഇപ്പം ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ആദ്യം തമിഴിലല്ലേ വന്നത്? ആദ്യം തമിഴാണ് ചെയ്തത്. ആക്ച്വലി മലയാളം കമ്മിറ്റ് ചെയ്തു, അത് നടക്കാണ്ട് പോയി. അത് ഞാൻ ചെയ്തില്ല. ആ പ്രോജക്ട് നടന്നു, ഞാൻ പിന്നെ അതൊന്ന് പോന്നു. തമിഴ് തുടങ്ങി. 2-3 തമിഴ് കഴിഞ്ഞപ്പോൾ മലയാളത്തിന്റെ മേഘരൂപന്റെ കാസ്റ്റിംഗ് ഡയറക്ടർ ഉണ്ട്, ഗോപൻ ചിദംബരം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഗോപൻ ചേട്ടനൊക്കെ എനിക്ക് അറിയുന്ന ആളാണ്. അപ്പൊ ഗോപൻ ചേട്ടൻ പറഞ്ഞു, എനിക്കിത് വായിച്ചപ്പോൾ നെന്നെ തോന്നി, തങ്കമണി എന്ന് പറഞ്ഞ ക്യാരക്ടർ ഭയങ്കരമായിട്ട് നെന്നെ തോന്നി, നീ ഒന്ന് ബാലേട്ടനെ കാണ്, ഓഡിഷന് വാ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഓഡിഷനൊന്നും വരില്ല, എനിക്ക് മടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പോയില്ല. പറഞ്ഞു, ഇല്ല നീ രാവിലെ നേരത്തെ വന്നോ, നീ എല്ലാരും വരുന്നേറ്റ് മുന്നേ ആദ്യം നീ വന്നോ എന്നിട്ട് ഞാൻ ആദ്യം പോയി. എന്താന്ന് വെച്ചപ്പോ എനിക്കൊരു സീനും പേപ്പറൊക്കെ തന്നു. അതാണെങ്കിൽ നല്ല എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സീനായിരുന്നു. ഒരു കുട്ടിയുടെ അച്ഛൻ മരിച്ചിട്ടുള്ള ഒരു സീനായിരുന്നു. അത് ഞാൻ ചെയ്തു, അവര് ഓക്കെ ആയി. അങ്ങനെ ആ സിനിമ ചെയ്തു. അപ്പൊ തന്നെ സിനിമയിലെടുത്തു. അങ്ങനെയാണ് മേഘരൂപൻ സംഭവിച്ചത്. മേഘരൂപനും ഞാൻ ഭയങ്കര കളിത്തമാശയും ഭയങ്കര ഇതൊക്കെയായിരുന്നു. പിന്നെ ഇങ്ങനെ ബാലേട്ടനൊക്കെ വഴക്ക് പറയുമ്പോഴേ, ബാലേട്ടൻ വേണമെങ്കിൽ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചു കേട്ടോ, എനിക്ക് ചെയ്യാനൊന്നും അറിയില്ല, അതൊക്കെ വേണ്ടി ഞാനിങ്ങനെ ഇരിക്കും. എനിക്ക് അടി കിട്ടിയിട്ടുണ്ട് ബാലേട്ടൻ്റെ അടുത്ത്. പണ്ട് ശോഭന യാത്രാ സിനിമയിൽ ബാലു മഹേന്ദ്രയോട് ഇങ്ങനെ പറഞ്ഞിട്ട് എനിക്ക് ഓർമ്മയുണ്ട്, വായിച്ചിട്ടുണ്ട് അങ്ങനെ സാധനം. ഇത് എന്നിട്ട് എനിക്ക് തല്ല് കിട്ടിയിട്ടുണ്ട് ബാലേട്ടൻ്റെ അടുത്തുനിന്ന്. സോങ് ഷൂട്ട് നടക്കുമ്പോൾ മര്യാദ ഇങ്ങനെ തമാശ കളി എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ചീത്തയായിട്ട് തല്ലിട്ടിട്ടുണ്ട് ബാലേട്ടൻ്റെ അടുത്തുനിന്ന്. മേഘരൂപന്റെ ഒരു ഫോട്ടോ പേപ്പറിൽ കണ്ടിട്ടാണ് അകത്തിന് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അകം ചെയ്തപ്പോഴാണ് എനിക്ക് ഇതെന്തോ സീരിയസ് സംഭവമാണല്ലോ, നമ്മൾ വേറെ വേറെ ആളാവാം. കഴിഞ്ഞ പടത്തിൽ മുണ്ടും ബ്ലൗസും, ഇതിൽ ഞാൻ ഭയങ്കര സാരിയൊക്കെ എടുത്ത് ഭയങ്കര യക്ഷിയൊക്കെ കൊള്ളാലോ സംഭവം എന്ന് പറഞ്ഞിട്ട് പിന്നെയാണ് എനിക്ക് ഇഷ്ടം വന്നു തുടങ്ങിയത്. അനുമോൾ അഭിനയിച്ച എല്ലാ സിനിമകളും എടുക്കുമ്പോഴും അതിലൊരു നമ്മുടെ ഈ അവാർഡ് കാറ്റഗറി എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അതിലേക്ക് ഒരുപാട് ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ടൈപ്പ് കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ അത് ആക്ടേഴ്സിന്റെ മിസ്റ്റേക്ക് അല്ല, അത് വിളിക്കുന്ന ഫിലിം മേക്കേഴ്സ് ഈ കുട്ടി ഇതിന് മാത്രം വിളിച്ചാൽ മതി എന്ന് അവർ തീരുമാനിക്കുന്നതുകൊണ്ടാണ്. എന്താ വെച്ചാൽ എനിക്ക് നല്ല റോക്ക് സ്റ്റാർ, ഞാൻ എപ്പോഴും ഈ മുണ്ട് ബ്ലൗസ് കോട്ടൺ സാരി നിൽക്കുന്ന ഒരാളായിരുന്നു. സത്യമായിട്ടും ഞാനൊന്ന് ഞെട്ടി അതിൽ കണ്ടിട്ട്. അതാ ഞാൻ പറഞ്ഞത്, അത് VKPന്റെ ഒരു ചങ്കൂറ്റാണ്. അത് ആ ഫിലിം മേക്കർ എന്നെ വേറെ രീതിയിൽ കാണാൻ ട്രൈ ചെയ്തുകൊണ്ട് എനിക്ക് കിട്ടിയ ഒരു ഭാഗ്യമാണ്. അപ്പം അങ്ങനെ ഫിലിം മേക്കേഴ്സ് ആണ് ഇപ്പൊ ഒരു ആക്ടർ ടൈപ്പ് കാസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് ഫിലിം മേക്കേഴ്സ് ആക്കുന്നത് കൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്ത് ബേസിസിൽ ഒരു റോൾ സെലക്ട് ചെയ്യണം? എന്നെ എക്സൈറ്റ് ചെയ്യിപ്പിക്കണം ആദ്യം തന്നെ. റിജക്ട് ചെയ്യണതോ? റിജക്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ കംഫർട്ടബിൾ അല്ല ആ ക്യാരക്ടറിലും തോന്നിയാൽ ഞാൻ ടീമായിട്ട് കംഫർട്ടബിൾ, ചിലപ്പോൾ എനിക്ക് കഥയും ആ ക്യാരക്ടറും ഒക്കെ ഇഷ്ടപ്പെട്ടിട്ട് ഈ ടീമായിട്ട് ഞാൻ സിങ്ക് ആവില്ല എന്ന് തോന്നിയിട്ട് ഒഴിവാക്കിയ പടങ്ങളുണ്ട്. ഒരു പടം പറഞ്ഞേ? അത് പറയാൻ പറ്റില്ല. ഇവിടെ നിന്ന് ഇറങ്ങിയാൽ അവരെന്നെ ഇടിച്ച് കൊല്ലും എന്നുള്ളതുകൊണ്ട്. നിനക്ക് ഞങ്ങൾ ഇഷ്ടമായിരുന്നില്ല അല്ലേ? അതെ, എന്നുവെച്ചാൽ നമ്മള് അത് ശരിയാവില്ല പിന്നെ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും വിടുക. അങ്ങനെ എത്ര പടം വിട്ടിട്ടുണ്ട്? എന്തായാലും കുറെ ഫിലിംസ് കാണും. ഒന്നെങ്കിൽ ക്യാരക്ടർ കംഫർട്ടബിൾ ആയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ആൾക്കാർ കംഫർട്ടബിൾ അല്ലാത്തതുകൊണ്ട് ഞാൻ കുറെ പടം വിട്ടിട്ടുണ്ട്. പിന്നെ എപ്പോഴെങ്കിലും ആ പടം കണ്ടിട്ട് ചെയ്യായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല, തോന്നിയിട്ടില്ല. ആദ്യത്തെ സിനിമയിൽ ചീത്ത കേട്ടു എന്ന് പറഞ്ഞല്ലോ, ഇങ്ങനെ എത്ര സംവിധായകരുടെ അടുത്ത് എത്ര പ്രാവശ്യം ചീത്ത കേട്ടിട്ടുണ്ട്? ആദ്യത്തെ സിനിമയിൽ ചീത്ത കേട്ടിട്ടുണ്ട്. പിന്നെ എനിക്ക് നന്നായി ചീത്ത കേട്ടത് ഞാൻ സിനിമയിലാണ്. രഞ്ജിത്ത് ബാലകൃഷ്ണൻ, രഞ്ജിത്ത് ഏട്ടന്റെ അടുത്താണ് എനിക്ക് ചീത്ത കേട്ടത്. അതെന്താ വെച്ചാല് രഞ്ജിത്ത് ഏട്ടന് ഇഷ്ടം കൂടുതലുള്ള ആൾക്കാരെ രഞ്ജിത്തേട്ടൻ ചീത്ത പറയുന്നതാണ് ഞാൻ സ്വയം സമാധാനിക്കുന്നത്. അങ്ങനെയൊക്കെ വിശ്വസിക്കാല്ലാണ്ട് അങ്ങനെയല്ല. എന്താ വെച്ചാല് ആ സെറ്റിൽ ഏറ്റവും കൂടുതൽ വേറെ ചീത്ത വെക്കുന്നത് ശശിയേട്ടൻ എന്ന് പറയുന്ന ഒരു ആൾക്കാണ്. അതിൽ കുഞ്ഞിരാമേട്ടൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്ത ആള് ഞാനില്.
അപ്പൊ ശശിയേട്ടന് ഭയങ്കര ഇഷ്ടമാണ് രഞ്ജേട്ടന്. അവര് ഭയങ്കര കൂട്ടാണ്. രഞ്ജേട്ടന്റെ എല്ലാ പടത്തിലും ശശിയേട്ടനും ഉണ്ട്. അപ്പൊ ഞാൻ പറയും ശശിയേട്ടന് ഇഷ്ടമാണ് ചീത്ത പറയുന്നത്, അപ്പൊ എന്നെയും ചീത്ത പറയുന്നുണ്ട്, എന്നെ ഇഷ്ടമായിരിക്കും. ഇത് വേറെ ആരും പറഞ്ഞിട്ടില്ലല്ലോ. അല്ല, ഇത് ഞാൻ കണ്ടുപിടിച്ചതാണ്. അത് പക്ഷെ അവര് മറക്കും. ഈ ഫിലിം മേക്കേഴ്സ് അല്ലെങ്കിൽ സെറ്റില് ക്യാമറാമാനും ഡയറക്ടറും ഒക്കെ നമ്മളെ ചീത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ആ മൊമെന്റിൽ അത് മറക്കും കേട്ടോ. അടുത്ത സെക്കൻഡിൽ അവർ ചിരിച്ചു കളിച്ച് നമ്മളോട് വർത്താനം പറയും. പക്ഷെ നമ്മുടെ മനസ്സിൽ നിന്ന് ആ സങ്കടം പോവില്ല, അത് മനസ്സിൽ തന്നെ ഉണ്ടാവുമല്ലോ. അതും പബ്ലിക്കായിട്ട് ചീത്ത വിളിക്കും അവര്. ഞാൻ വിളിക്കും. ഇപ്പൊ രഞ്ജിതേട്ടനൊക്കെ വേറെ പടത്തിനൊക്കെ എന്നെ വിളിക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ ചോദിക്കും, നിങ്ങൾക്ക് എന്നെ ചീത്ത പറഞ്ഞോണ്ടിരിക്കാനല്ലേ? ഞാൻ നിന്നെ ചീത്ത പറഞ്ഞോ? ഇങ്ങനെയാ ചോദിക്കുക. ഞാൻ പറഞ്ഞിട്ടേ ഇല്ല എന്നുള്ള രീതിയിലാണ്. അപ്പൊ അവരതപ്പം മറക്കും. പക്ഷെ കേൾക്കുന്ന നമ്മളത് ഓർത്തിരിക്കും. അതുമല്ല, ഇപ്പൊ ഒരു സിനിമയിൽ അഭിനയിക്കുമ്പോ ബാക്കി നായകന്മാരും നടിമാരും ക്രൂ ഒക്കെ ഉണ്ടാവുമല്ലോ, ഇവിടെയൊക്കെ മുന്നിൽ വെച്ച് ചീത്ത കേൾക്കുമ്പോ പിന്നെ അവരുടെ മുഖത്ത് നോക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഇപ്പൊ അത് ശീലായിട്ടോ. കേട്ടിട്ട് ഇപ്പൊ പ്രശ്നമില്ല. ഓക്കെ സാർ എന്ന് പറയും. പണ്ട് കരച്ചിലായിരുന്നു. കരയായിരുന്നു. ചീത്തൊക്കെ എനിക്ക് സങ്കടാവും ആൾക്കാർ ചീത്ത അറിയുമ്പോൾ, ആൾക്കാരെ നോട്ടം മാറി. അത് പ്രത്യേകിച്ച് എനിക്ക് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് സങ്കടാവും. ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഞാൻ മൈൻഡ് ചെയ്യില്ല. ഇഷ്ടമുള്ള ആൾക്കാർ ചീത്ത പറഞ്ഞാൽ പെട്ടെന്ന് സങ്കടാവും. ഭയങ്കര ഇമോഷണലാ ആണെന്ന് തോന്നുന്നു. ഇതൊക്കെ അതിന്റെ ലക്ഷണമല്ലേ? ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ നമ്മൾ കുറച്ചൊക്കെ ബോൾഡ് ആവണ്ടേ? ഇങ്ങനെയൊക്കെ ഇമോഷണൽ അത്യാചാരം നടത്താമോ? അങ്ങനെയല്ലേ? അങ്ങനെ പിടിച്ചു നിൽക്കുക ഇന്ന ഇൻഡസ്ട്രി അങ്ങനെയൊന്നും ഞാൻ ആലോചിക്കാറില്ല. ഞാൻ ഇങ്ങനെയൊക്കെയാണ്. പറ്റുമെങ്കിൽ മതി. അതെ, എനിക്ക് ഒരു നിർബന്ധമില്ല. അങ്ങനെയല്ല, ഞാൻ ഇങ്ങനെയാണ്. എനിക്ക് ഇങ്ങനെ ആവാനേ പറ്റണുള്ളൂ. ഞാൻ എന്റെ മാക്സിമം നന്നായിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് മൊത്തത്തിൽ നമ്മളെ അങ്ങോട്ട് മാറ്റാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഭയങ്കര ഫേക്ക് ആയി പോയില്ലേ. അനു, ഒരുപാട് വിശ്വാസങ്ങളുള്ള ഇൻഡസ്ട്രിയാ അല്ലേ ഈ സിനിമ ഇൻഡസ്ട്രി? ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷെ എനിക്ക് കേട്ടറിവേ ഉള്ളൂ ഭയങ്കര വിശ്വാസമുള്ള ഇൻഡസ്ട്രി ആണ് എന്നൊക്കെ. അനു എങ്ങനെയാ പൊതുവെ വിശ്വാസങ്ങളിൽ വിശ്വാസമുള്ള ആളാണോ? എനിക്ക് ഇങ്ങനത്തെ കഥകൾ കേൾക്കാനും അതൊക്കെ ഇഷ്ടമാണ്. ഇതെന്താ പോലെ അപസർപ്പ കഥകൾ കേൾക്കാൻ ഇഷ്ടം? അങ്ങനെയല്ല, ഇപ്പം ഇന്ന സ്ഥലത്തിന്റെ ഐതിഹ്യം ഇതാണ്, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് ഇങ്ങനെയുണ്ട്, അങ്ങനത്തെ ഒക്കെ കുറെ കഥകൾ ഉണ്ടാവില്ലേ? ഓരോ വിശ്വാസങ്ങൾക്ക് ഓരോ കഥയില്ലേ? ഈ ഷൂട്ടിംഗ് സ്ഥലത്തും ഇങ്ങനത്തെ വിശ്വാസങ്ങൾ കണ്ടൊക്കെ ചെയ്തിട്ടുണ്ടോ? അതൊക്കെ കേട്ടിട്ടുണ്ട്. പറഞ്ഞേ. അങ്ങനെ ഞാൻ കേട്ടിട്ടുള്ള ഒരു വിശ്വാസം, ഷൂട്ടിങ്ങിന്റെ ഇടയിൽ സെറ്റിൽ ബ്ലഡ് വന്നാൽ പടം ഹിറ്റ് ആവും എന്ന് കേട്ടിട്ടുണ്ട്. ബ്ലഡ് കണ്ടു അപ്പൊ പടം ഹിറ്റാ, അല്ലെങ്കിൽ സോങ് ഷൂട്ട് ആണെങ്കിലോ ബ്ലഡ് കണ്ടു സോങ് ഹിറ്റാ, അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇങ്ങനെ ഇന്ന ആളുടെ മുഖം ഒന്നും കേട്ടിട്ടില്ല. വേറെന്തൊക്കെ വിശ്വാസങ്ങളോ കേട്ടിട്ടുള്ളത്? ഇതൊക്കെ കേട്ടിട്ടുള്ളൂ. പിന്നെ ഞാൻ സ്ഥിരമായിട്ട് എല്ലാ സെറ്റിലും ചെയ്യണ ഒരു വിശ്വാസം കണ്ടിട്ടുള്ളത്, കുമ്പളങ്ങ പൂഷണിക്ക ഉടയ്ക്കും ഷൂട്ട് തീരുമ്പോ. പൂഷണിക്കാന്നാണ് തമിഴിൽ അത് പറയാ. അങ്ങനെയാണ് ഞാൻ ആ വാക്ക് എപ്പോഴും കേട്ടിട്ടില്ലേ. കുമ്പളങ്ങ ഉടയ്ക്കും, എന്തോ ദോഷം തീരാനോ കണ്ണേറ് തട്ടാനോ അങ്ങനെ അത് കളയാനോ അങ്ങനെ എന്തോ ആണ്. അത് കണ്ടിട്ടുണ്ട് എല്ലാ സെറ്റിലും. ഷൂട്ട് തീരുമ്പോൾ ആ ഒരു ചടങ്ങ് ചെയ്യണ കണ്ടിട്ടുണ്ട്. അത് ചെയ്യാത്ത സിനിമകളൊക്കെ ഏതെങ്കിലും മുടങ്ങിയതായിട്ടൊക്കെ അറിയോ? അങ്ങനൊന്നും അറിയില്ല. ഇതൊരു സിസ്റ്റം പോലെ എല്ലാരും ഫോളോ ചെയ്യുന്നുണ്ട്. ഇത് തമിഴ് ഇൻഡസ്ട്രിയുടെ കാര്യമാണോ പറയുന്നത്? തമിഴും അല്ല, മലയാളത്തിലും ഉണ്ടത്. വേറൊരു വലിയ കാര്യമുണ്ട്, എന്നായിട്ട് കണക്റ്റഡ് ആണ്. എന്നോട് ചോദിക്കരുത് ഏതാ സിനിമ എന്ന്. ഞാനൊരു ഫിലിം കമ്മിറ്റ് ചെയ്തു. ഞാനത് ഫിലിം വർക്ക് ചെയ്തില്ല. അതിൽ ആദ്യത്തെ സിനിമ ഞാൻ ആദ്യമായിട്ട് ചെയ്യാൻ പോയതുമാണ്. ആ സെറ്റില് എന്നെ ക്യാമറാമാനെ പരിചയപ്പെടുത്തി തന്നു ഡയറക്ടർ. അപ്പൊ ഞാൻ ഹലോ ഹായ് സാർ എന്നൊക്കെ പറഞ്ഞു. പുള്ളി അങ്ങോട്ട് വേറെ ആരോട് സംസാരിക്കാൻ പോയ സമയം ഞാൻ പോയി ക്യാമറ തൊട്ട് തൊഴുതു. അപ്പം പുള്ളി അത് കണ്ടില്ല. ഭയങ്കര പ്രശ്നമായിരുന്നു ആ സെറ്റില്. ഞാൻ ക്യാമറ തൊട്ട് തൊഴുതില്ല. വന്നത് ആ കുട്ടിക്ക് അഹങ്കാരാണ്, വന്ന് കേറിയില്ല, അതിനു മുമ്പ് അഹങ്കാരം എന്നൊക്കെ പറഞ്ഞിട്ട് ഫുൾ സീൻ അവിടെ. എനിക്ക് കുറെ ചീത്ത കേട്ടോ അതിന്റെ പേരിൽ. ഞാൻ പറഞ്ഞു ഞാൻ ക്യാമറ തൊട്ട് തൊഴുതു, പക്ഷെ ഞാൻ എല്ലാരെയും വിളിച്ച് കാണിച്ചില്ലാന്നേ ഉള്ളൂ. PR വർക്ക് നടത്താൻ മറന്നുപോയി. എല്ലാരെയും വിളിച്ച് കാണിച്ചില്ലാന്നേ ഉള്ളൂ. ഞാൻ ശരിക്കും തൊട്ട് തൊഴുതിക്കണമെന്ന് പറഞ്ഞു അവരോട്. അങ്ങനെ ഞാൻ ആ പടം ചെയ്തില്ല. എന്ന് വെച്ചാൽ ഇങ്ങനെ കുറ്റം ചീത്തൊക്കെ ആയപ്പം അങ്ങനെ പ്രശ്നമായിരുന്നു അവിടെ. അങ്ങനെ അത് ചെയ്യാണ്ട് പോകുന്നത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഏത് പടമായിരുന്നു? അത് ഞാൻ പറയില്ല. ഇതൊന്നും പറയില്ലേ പിന്നെ എന്തിനാ ഇവിടെ ഇരിക്കുന്നത്? അങ്ങനെയല്ല, നമ്മൾ അവരെ ഒന്നും അവർക്കൊരു സങ്കടം ഉണ്ടാവരുതല്ലോ. വെറുതെ ആളുകളെ പറയണ്ട. ഞാൻ ആ ഇൻസിഡന്റ് പറഞ്ഞു, അത്രേ ഉള്ളൂ. മലയാള സിനിമയിലെ മോസ്റ്റ് എലിജിബിൾ സ്പിൻസ്റ്റർ എന്നൊരു വിശേഷണം ഇന്ന് റേഡിയോ മാംഗോ സ്പോട്ട്ലൈറ്റിൽ എന്റെ ഗസ്റ്റ് കൊടുത്താൽ തെറ്റൊന്നും പറയാനില്ല. അപ്പൊ എത്ര വർഷമായി ഇൻഡസ്ട്രിയിൽ വന്നിട്ട്? 7 years. 7 years ആയിട്ട് ഇൻഡസ്ട്രിയിൽ ഇരുന്ന് കുറച്ച് കാശൊക്കെ ഉണ്ടാക്കിയിട്ട് ഇനി ഒരു കല്യാണം കഴിക്കണം എന്നൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ടോ? ഒട്ടുമില്ല. ഇൻഡിപെൻഡന്റ് ആയിട്ട് നടക്കാൻ ഇഷ്ടം. എന്താണെന്നറിയോ? അയ്യോ എനിക്ക് പേടിയാണ്. പേടിയല്ല, ശരി. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എന്തോ ഒരു അഭിപ്രായം പറഞ്ഞിട്ട് എവിടേക്കോ ആർട്ടിക്കിൾസ് വന്നു. കല്യാണത്തിനോട് എനിക്ക് താല്പര്യമില്ല, കല്യാണം ഒരു ബാധ്യത, ലിവിങ് ടുഗെദർ ഒട്ടും താല്പര്യമില്ല, നടി അനുമോൾ എന്നൊക്കെ പറഞ്ഞിട്ട് പല സ്ഥലത്ത് ഞാൻ വാർത്ത കണ്ടു. പക്ഷെ എന്താ കാര്യം വെച്ചാല് ഞാൻ ഭയങ്കര മോശം കാൻഡിഡേറ്റ് ആണെന്ന് തോന്നുന്നു. കല്യാണം കഴിക്കുന്ന കാര്യത്തിലായാലും പ്രേമിക്കുന്ന കാര്യത്തിലൊക്കെ ആയാലും ഞാൻ ഇത്തിരി മോശം തോന്നുന്നു. ഞാൻ ഭയങ്കര റൊമാൻറ്റിക് ആണ് ആക്ച്വലി. പക്ഷേ എനിക്ക് കിട്ടുന്ന ആൾക്കാരൊക്കെ ഭയങ്കര അൺറൊമാൻറ്റിക് ആയതുകൊണ്ടാണോ ഈ പ്രശ്നം എന്ന് എനിക്ക് അറിയില്ല. 2 റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, 2 ഭീകര തകർച്ചയായിരുന്നു. അപ്പൊ അതുകൊണ്ട് എനിക്ക് പേടിയാണ്. ഇൻഡസ്ട്രിയിൽ പ്രപ്പോസൽ ഒക്കെ കിട്ടിയിട്ടുണ്ടോ? എന്നിട്ട് അടുത്തത് ആരാന്ന് ചോദിക്കാനല്ലേ ഞാൻ ചോദിക്കില്ല. ഇൻഡസ്ട്രിയിൽ നിന്ന് എനിക്ക് പ്രപ്പോസൽ കിട്ടിയിട്ടുണ്ട്. ഒരാൾ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു, കല്യാണം ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ പുള്ളി കല്യാണം കഴിച്ച് സെറ്റിലായി.
അത് ജെന്യൂൻ പ്രൊപ്പോസലായിരുന്നു. ഞാൻ അഡ്രസ്സും വീട്ടിലെ ഫോൺ നമ്പറും കൂടെ തരാം. ഞാൻ ആരാന്ന് ചോദിച്ചില്ല. അല്ല ഒരു ഡയറക്ടറാ. ഏത് സിനിമയുടെ? ഞാൻ ആരാന്ന് ചോദിച്ചിട്ടില്ല, ഏത് സിനിമയുടെന്ന് പറഞ്ഞാൽ മതി. ഇല്ല, ഇനി ഞാനൊന്നും പറയില്ല. പക്ഷെ അത് നടന്നില്ല. പുള്ളി വേറെ കല്യാണമൊക്കെ കഴിച്ചു. അത് ജെന്യൂൻ പ്രൊപ്പോസലായിരുന്നു. എന്നൊക്കെ കൂടുതൽ നേരിട്ട് അമ്മയുടെ അടുത്താ ചോദിച്ചത്. ഏത് വർഷമായിരുന്നു പുള്ളിയുടെ കല്യാണം? ഞാനൊന്നും ചോദിച്ചില്ലല്ലോ. ഞാനൊന്നും പറയുന്നില്ല ഇനി. പക്ഷെ എനിക്കത് ഇഷ്ടപ്പെട്ടു, പുള്ളി വന്ന് ചോദിച്ചത് കേട്ടോ. അമ്മേന്റെ മോളെ ഞാൻ പൊന്നു പോലെ നോക്കിക്കോളാം, എനിക്ക് കെട്ടിച്ചു തരുമോ, അങ്ങനെയാണ് ചോദിച്ചത് അമ്മയുടെ അടുത്ത്. ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ഒരു പ്രൊപ്പോസൽ ആയിരുന്നു. പിന്നെന്താ വേണ്ട വെച്ച്? അപ്പൊ അമ്മ പറഞ്ഞു മോളോട് തന്നെ ചോദിച്ചോളൂ. മോള് പറഞ്ഞു ഈ ഏരിയയിലേക്ക് വരണ്ടാത് ചോദിച്ചിട്ട്. മാരേജ് മെറ്റീരിയൽ അല്ലാന്നപ്പോ സ്വയം ഒരു തോന്നലുണ്ട്. എനിക്ക് രണ്ട് മനസ്സാണ്. ഞാൻ ആക്ച്വലി ഭയങ്കര അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റുന്ന, സപ്പോർട്ടീവ് ആയിട്ടുള്ള, ഭയങ്കര ലവബിൾ ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. പക്ഷെ ഞാൻ അതേസമയം ഇൻഡിപെൻഡന്റ് ആണ്. അതൊന്നും എന്റെ റിലേഷൻഷിപ്പിനെ ബാധിക്കില്ല. ഞാൻ ഒരാളോട്ട് റിലേഷൻഷിപ്പ് ആയി കഴിഞ്ഞാലില്ലേ, എനിക്ക് പ്രേമത്തിനേക്കാൾ കൂടുതൽ ഡിവോഷൻ ആണ്. ഞാൻ അങ്ങ് കംപ്ലീറ്റ് അങ്ങ് ഇതാക്കി കളയും. അപ്പൊ എന്താ വെച്ചാൽ ചിലപ്പം എന്നെ മാനേജ് ചെയ്യാൻ പാടാണ്. എന്താ അറിയില്ല, എനിക്ക് അങ്ങനെ വർക്ക്ഔട്ട് ആയില്ല 2 പ്രാവശ്യം. അപ്പം എനിക്കൊരു തോന്നലാണ് അങ്ങനെ എന്നെ സഹിക്കാൻ പാടാന്നൊക്കെ എനിക്കൊരു തോന്നല. ഈ ആരാധകന്റെ കാര്യം പറഞ്ഞല്ലോ, ചില ആരാധകരുണ്ട് ക്രേസി ആയിട്ടുള്ളവരെന്ന്. ഒരു ആരാധകനെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടോ? അങ്ങനെയാകുമ്പോ അവരും ഡിവോഷൻ ആയിരിക്കുമല്ലോ. അയ്യോ അനുമോളോ എന്ന്. പക്ഷെ ഇല്ല, അത് ഭയങ്കര അപകടമാണ്. നമുക്ക് ചിലപ്പോ സഹിക്കാൻ പറ്റില്ല ഡിവോഷൻ. കൂടുതലായാലേ പാടായി പോകും. നമ്മൾ പറയില്ലേ സൈക്കോ എന്ന് പറയില്ലേ, ആ അവസ്ഥയൊക്കെ ആയി പോയാലോ. ഇത്രയും നാളത്തെ ജീവിതത്തിൽ എത്ര പ്രൊപ്പോസൽ കിട്ടിയിട്ടുണ്ട് ഇൻഡസ്ട്രിന്ന്? സത്യത്തിൽ ഇൻഡസ്ട്രിയിൽ തന്നെ ഇതൊരു സീരിയസ്, ഇത് നല്ലൊരു പ്രൊപ്പോസലായിരുന്നു. അല്ലാത്ത ഒരു പ്രൊപ്പോസൽ എനിക്ക് കിട്ടിയിട്ടില്ല. എന്നെ ആരും പ്രൊപ്പോസ് ചെയ്തിട്ടില്ല. ആരെങ്കിലും ഒക്കെ പ്രൊപ്പോസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ ഇൻഡസ്ട്രിയിൽ? ഇപ്പൊ ആക്ച്വലി ആരും ഇല്ലല്ലോ, എല്ലാരും കല്യാണം കഴിച്ചില്ലേ. ബാക്കി എല്ലാരും കല്യാണം കഴിച്ചല്ലേ? എല്ലാരും കല്യാണം കഴിച്ചു. ഭയങ്കര മോശം ഇൻഡസ്ട്രിയാണ്. സിനിമ ഇൻഡസ്ട്രിയിൽ ഏതൊരു നായകനോ നായികയോ പുതിയ എൻട്രി നടത്തിയാലും അവരെ പിന്നെ നമുക്ക് കാണാൻ പറ്റുന്ന അവാർഡ് നൈറ്റുകളിലാണ് സ്ഥിരം സാന്നിധ്യമായിരിക്കും. പക്ഷെ അനുമോൾ അങ്ങനെ കണ്ടിട്ടേ ഇല്ലല്ലോ. ഇഷ്ടമല്ല? ഒരു തവണ പോയിട്ടുണ്ട്. അതെന്താ വെച്ചാൽ എനിക്ക് അവാർഡ് ഉണ്ടായിരുന്നു ആ കൊല്ലം. ഓ ഐ സീ. പിന്നെ എനിക്കറിയില്ല, ഞാൻ ഇവന്റ്സിനൊക്കെ പോലെ ഭയങ്കര കുറവാ, ഭയങ്കര ഇറിറ്റേറ്റഡ്. അവാർഡ് നൈറ്റ് പൊതുവെ ഇഷ്ടമല്ല. ഇപ്പൊ അത്ര ഇഷ്ടമല്ല. പണ്ട് ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഞാനിത് ടിവിയിലിരുന്ന് കാണുമായിരുന്നു കേട്ടോ. ഇപ്പൊ പക്ഷെ കണ്ട് എനിക്ക് അതിന്റെ ഒരു താല്പര്യമൊക്കെ പോയി. പിന്നെ എനിക്കറിയില്ല, ഭയങ്കര ഒരു ഫേക്ക് ഇതായിട്ട് തോന്നും മൊത്തത്തിൽ ഇപ്പം അവാർഡ് നൈറ്റ് ഒക്കെ. അല്ലെങ്കിൽ ഞാൻ ചില സ്കൂൾസിൽ മോട്ടിവേഷൻ ക്ലാസ് എടുക്കാൻ അങ്ങനെയൊക്കെ പോകാനൊക്കെ എനിക്ക് ഇഷ്ടം, സ്കൂൾസിലും കോളേജസിലൊക്കെ. അപ്പൊ അവരോടൊരു ഇന്ററാക്ഷൻ, ഞാൻ ഇനോഗ്രേഷൻ കഴിഞ്ഞ ചിലപ്പം അവരോടൊരു 10-15 മിനിറ്റ്സ് ഇന്ററാക്ഷൻ ഉണ്ടാവും. അതൊക്കെ എനിക്ക് ഇഷ്ടം. എനിക്ക് അങ്ങനത്തെ പബ്ലിക് അപ്പിയറൻസ് ഇഷ്ടമാണ്. പക്ഷെ ഈ ഭയങ്കര സിനിമ ഇവന്റ്സിൽ ഞാൻ ഭയങ്കര കുറവാ പോവാറ്. ഉദ്ഘാടനങ്ങളൊക്കെ പോവോ? ഉദ്ഘാടനങ്ങൾക്ക് പോകാറുണ്ട്. എന്താ വെച്ചാൽ കഞ്ഞി കുടിക്കണല്ലോ. കൊറേ കാശ് സാധാരണ മേടിക്കണ കാശ്. ഏതാ ലാഭം? സിനിമ അഭിനയിക്കണാണോ അതോ ഉദ്ഘാടനത്തിന് പോകണാണോ? ഒന്ന് സിനിമ അഭിനയിക്കുന്നോണ്ടാണല്ലോ നമ്മളെ ഉദ്ഘാടനങ്ങൾക്ക് വിളിക്കുന്നത്. ഞാൻ ചോദിച്ചത്. പക്ഷെ എന്താ വ്യത്യാസം വെച്ചാല്, ഉദ്ഘാടനത്തിന് നമുക്ക് സിനിമയ്ക്ക് നമുക്ക് ഒരാഴ്ച പോകുന്ന പൈസ, അല്ലെങ്കിൽ ഒരു പടത്തിന്റെ 4 ദിവസത്തെ 5 ദിവസത്തെ പൈസ നമുക്ക് ഉദ്ഘാടനത്തിന് ഒരു ദിവസം പോയാൽ കിട്ടും. അങ്ങനെ നോക്കിയാൽ ലാഭം ഉദ്ഘാടനമാണ്. പക്ഷെ ഉദ്ഘാടനം എന്ന് പറയുമ്പോൾ നമുക്ക് ഡ്രസ്സ് വേണം, അങ്ങോട്ട് പോകണം. പിന്നെ ഒരു സ്ഥലത്ത് ഉദ്ഘാടനത്തിന് പോയിട്ട് എനിക്ക് കടിച്ചു ഒരാളെന്നെ. കടിച്ചോ? എന്നുവെച്ചാല് ഭയങ്കര ക്രൗഡുണ്ട്. ക്രൗഡിനെ മാനേജ് ചെയ്യാൻ പറ്റാത്ത സ്ഥലമാണെങ്കിൽ തീർന്നു. നമ്മൾ ആ ക്രൗഡിൽ കൂടെ ഇറങ്ങി ചെന്ന് ഇനോഗ്രേറ്റ് ചെയ്യാൻ കയ്യിന്, ഞാൻ സ്ലീവ്ലെസ് ആയിട്ടുണ്ടായിരുന്നതേ. അപ്പം ആൾക്കാരുണ്ടായിരുന്നു, ഫ്രണ്ടിലും ബാക്കിലും ആളുകൾ ഉണ്ടായിരുന്നു. അപ്പൊ എന്റെ ഈ 2 സൈഡ് മാത്രമാണ് ആൾക്കാർക്ക് കിട്ടുള്ളൂ. അപ്പൊ ഏതോ ഒരാള് ഉമ്മ വെക്കാൻ ശ്രമിച്ചിട്ട് കടിച്ചതാണോ എന്താ പറ്റിയതെന്ന് എനിക്കറിയില്ല. എനിക്ക് കടി കിട്ടിയത് എന്റെ കയ്യില്, ഷോൾഡറിന്റെ അവിടെ. അപ്പം അങ്ങനെയൊക്കെ നമുക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ പറ്റിക്കും ആൾക്കാർ. ചില ആൾക്കാർ പൈസ തരില്ല. പിന്നെ വേറൊരു വലിയ സീനുണ്ട്. എന്താണെന്നറിയോ, ചില ആൾക്കാർ നമ്മളെ ഇനോഗ്രേഷൻ ഒക്കെ വിളിച്ച് ഭയങ്കര സ്നേഹത്തിലൊക്കെ നമ്മളെ വിളിക്കും. നമ്മൾ അവിടെയൊക്കെ ചെന്ന് പൈസ ഒക്കെ ചോദിക്കുന്ന ഒരു മൊമെന്റ്, അല്ലെങ്കിൽ നമ്മൾ അവിടെ എത്തിയ ഒരു മൊമെന്റ് ഉണ്ടാവുമല്ലോ. ഞങ്ങളുടെ ഇവിടെ വന്നുകൊണ്ട് അനുമോളെ കുറെ ആൾക്കാർ അറിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് വെച്ചാൽ നമ്മളെ അവര് രക്ഷപ്പെടുത്തി, നമുക്ക് അവര് റീച്ച് ഉണ്ടാക്കി തന്നു. അങ്ങനെയൊക്കെ നമ്മളെ അങ്ങ് കൊല്ലാൻ തുടങ്ങും. ആദ്യത്തെ 2-3 സ്ഥലത്തു നിന്നൊക്കെ ഞാനിത് സഹിച്ചു. 3ാമത്തെ സ്ഥലത്ത് ഞാൻ പറഞ്ഞു, ചേട്ടാ അടുത്ത പ്രാവശ്യം ഞാൻ എന്റെ അമ്മയെ വിടാം, എന്റെ അമ്മയും കുറച്ച് ആൾക്കാരെ അറിയണം, എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്, ഇനി ഞാൻ വരുന്നില്ല, അടുത്ത പ്രാവശ്യം എന്റെ അമ്മയെ വിടാട്ടോ. അങ്ങനെയും ചില ആൾക്കാർ നമ്മള് പൈസയൊക്കെ ചോദിക്കാൻ തുടങ്ങുമ്പോഴേ അതൊക്കെ ഉണ്ട്, അതിന്റെ ഒരു ഭാഗമാണ്. ഇപ്പൊ ഞാൻ ഉദ്ഘാടനങ്ങൾക്ക് പോലും ഭയങ്കര കുറഞ്ഞു. ഈ ഉദ്ഘാടനത്തിന് പോകുമ്പോൾ ഡ്രസ്സും ഒക്കെ പുതിയത് വേണമല്ലോ, അതുപോലെ തന്നെ മേക്കപ്പ് ഒക്കെ പാർലറിൽ പോയിട്ട് ചെയ്തിട്ടൊക്കെ പോവാ? മേക്കപ്പ് ഇല്ല, ഡ്രസ്സ് പുതിയെടുക്കും. അതെനിക്ക് ഡ്രസ്സ് എടുക്കാൻ പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട. എന്തെങ്കിലും ഒരു കാരണം ഞാൻ തപ്പി നടക്കാണ് എല്ലാത്തിനും. ഇപ്പൊ അനിയത്തിക്ക് ജോലി കിട്ടി പറഞ്ഞാലും ഞാൻ ഡ്രസ്സ് എടുക്കും. അവളെ കൊണ്ടാക്കാൻ പോണല്ലോ, എന്തിനും ഞാൻ ഡ്രസ്സ് എടുക്കും. അതിൽ കുറവൊന്നുമില്ല. ഡ്രസ്സ് എനിക്ക് ഇഷ്ടമാണ് ഡ്രസ്സ് എടുക്കാൻ. എന്ത് കാരണത്തിനും ഞാൻ ഡ്രസ്സ് എടുക്കും. ചിലപ്പം ഡാൻസ് ക്ലാസ് ഞാനൊരു മാസം കഴിഞ്ഞിട്ട് പോവാണ് വെച്ചാൽ ഞാൻ പുതിയ ഡ്രസ്സൊക്കെ എടുത്തിട്ട്
പോകും. ഒരു ഫ്രഷ് സ്റ്റാർട്ട് അല്ലേ അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട്. അല്ല, എന്നിട്ട് സ്പോട്ട്ലൈറ്റിൽ വരുന്ന പേരിലൊരു ഡ്രസ്സ് ഒന്നും എടുത്തില്ലേ? അതെന്താ വെച്ചാൽ എനിക്ക് തീരെ സമയം കിട്ടില്ല പ്രിപ്പയർ ചെയ്യാൻ. പിന്നെ അതുമല്ല, ഇന്ന് ഞാൻ വേറൊരു മീറ്റിങ്ങിന് ഇറങ്ങിയതാണ്. അപ്പൊ ആ മീറ്റിംഗ് കഴിയാൻ ലേറ്റ് ആയപ്പോ നേരെ അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് പോകുന്നു. അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ പോയി ഡ്രസ്സൊക്കെ ചെയ്ത് വരായിരുന്നു. വെൽക്കം ബാക്ക് ടു റേഡിയോ മാംഗോ സ്പോട്ട്ലൈറ്റ്. ഇവിടെ ഞാനുണ്ട് ശാലിനി, എന്റെ കൂടെ അനുമോളുടെ പടമാണ് തിയേറ്ററിൽ വരുന്നുണ്ടെങ്കിൽ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ക്രൗഡ് എങ്ങനത്തെയാ? എല്ലാ ക്രൗഡിനെയും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ആക്ച്വലി. പൊതുവെ വരുന്ന ക്രൗഡ് എങ്ങനത്തെയാ? പക്ഷെ പൊതുവെ വരുന്ന ക്രൗഡ് എനിക്ക് തോന്നുന്നു കുറച്ച് സ്കൂൾ ടീച്ചേഴ്സ് അങ്ങനത്തെ ഒക്കെ ഒരു ആളുകൾ. എനിക്ക് കൂടുതലും കോൾസ് വരാറ് മെച്ചുവേർഡ് ആയിട്ടുള്ള ആൾക്കാരുടെ കോൾസ് ആണ്. ഫ്രീക്ക് പിള്ളേരുടെ ഒന്നും വരാറില്ല? ആരുടെയും കോൾ വന്നിട്ടില്ല. എനിക്ക് പിന്നെയും കുറച്ച് ഫ്രീക്ക് പിള്ളേരുടെ കോൾസ് വന്നു എന്ന് പറയാനുള്ളത്, ഞാൻ ചെയ്ത സമയത്ത് കുറെ ദുൽഖർ ഫാൻസിന്റെ കുറെ മെസ്സേജസും കോൾസും വന്നിട്ടുണ്ടായിരുന്നു. അകം ചെയ്ത സമയത്തും കുറെ പേർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് യങ്സ്റ്റേഴ്സ് കുറെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വെടിവഴിപാട് എല്ലാ ജനറേഷനും ഇഷ്ടപ്പെട്ട ഒരു സിനിമയാന്ന് തോന്നുന്നു എന്റേത്. പിന്നെ എനിക്ക് അൺഎക്സ്പെക്ടഡ് ആയിട്ട് കിട്ടിയിട്ടുള്ള ഒരു കോള് പള്ളിയിലച്ഛന്റെ ഒരു കോള് വന്നു വെടിവഴിപാട് കണ്ടിട്ട്. എന്ത് പറഞ്ഞു? ഇഷ്ടപ്പെട്ടു, നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. സ്വന്തം സിനിമ ഒറ്റയ്ക്ക് പോയി കാണുമോ? എല്ലാം ഞാൻ ഒറ്റയ്ക്ക് കണ്ടിട്ടുണ്ട്, എന്റെ എല്ലാ സിനിമകളും. അതിന് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് എന്താണെന്നറിയോ? വെടിവഴിപാട് സിനിമ ഇൻട്രസ്റ്റിംഗ് അല്ല, എന്നോട് എല്ലാവരും ഒറ്റയ്ക്ക് പോണ്ട, നോക്കിയിട്ട് പോയാൽ മതി, ആൾക്കാർ എങ്ങനെയാണെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞത്. അപ്പൊ ഞാൻ എന്റെ എല്ലാ സിനിമയും ആദ്യത്തെ കാഴ്ചയിൽ ഞാൻ അമ്മേനെയും കൂടെ കൊണ്ടുപോകാറുണ്ട്. ഞാൻ പറഞ്ഞു വെടിവഴിപാട് അമ്മ ഞാൻ കണ്ടിട്ട് അമ്മ കണ്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ ആദ്യം ഒറ്റയ്ക്ക് പോയി കണ്ടു. ഫുൾ തിയേറ്റർ ആയിരുന്നു, ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് കണ്ടു. അവിടെ 90% മെയിലായിരുന്നു. അവര് കമന്റ് അടിക്കുന്നതും അവരുടെ റെസ്പോൺസും ഒക്കെ ഇങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇഷ്ടം അങ്ങനെ. പൊതുവെ ഞാൻ റിലീസ് ഡേ ഫസ്റ്റ് ഷോ ഒക്കെ കാണാൻ പോവാറുണ്ട് സ്റ്റാർസിന്റെ പടങ്ങളൊക്കെ ഇറങ്ങുന്ന സമയത്ത്. അപ്പൊ എനിക്ക് ചെണ്ടയും മേളവും മറ്റേ പൂവറിയലും കടലാസറിയും എനിക്ക് ആ ഒരു ഫീല് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ആക്ടേഴ്സ് വരുമ്പോ കൈയടി. അത് ഞാൻ കണ്ടത് എപ്പോഴാണെന്നറിയാം, ഞാൻ കണ്ടില്ല, ഞാൻ കേട്ടതേ ഉള്ളൂ. റോക്ക് സ്റ്റാറിന്റെ സമയത്ത് ഞാൻ എന്റെ ഒരു ഇൻട്രോ സീൻ ബൈക്ക് ഓടിക്കണതോ മറ്റോ ആണെന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ ബൈക്ക് ഓടിച്ച് വരുമ്പോൾ ആൾക്കാർ കൈയടിച്ചു എന്ന് പറഞ്ഞു, കണ്ട ആൾക്കാർ എന്നോട്. അപ്പം എനിക്ക് കാണാൻ പറ്റിയില്ല അത്, പക്ഷെ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ പടത്തിന് വേണ്ടി ഞാൻ പഠിച്ചു, എന്നെ പഠിപ്പിച്ചു തന്നു ആ പടത്തിന് വേണ്ടിട്ട്, അങ്ങനെ പഠിച്ചതാ. ഈ പൂവറിയുടെ കാര്യമൊക്കെ പറഞ്ഞല്ലോ, അനുമോൾ ഒരു സ്റ്റാർ അല്ലായിരുന്നുവെങ്കിൽ ഏത് ആക്ടറിന്റെ സിനിമയ്ക്ക് അനുമോൾ ഇതുപോലെ പൂവൊക്കെ എറിഞ്ഞാല് ചെണ്ടൊക്കെ കൊട്ടിന്നെ? ഇപ്പൊ മിക്കവാറും രജനീകാന്ത് ആയിരിക്കും. ഇനി ഏതാ പുതിയ പ്രോജക്റ്റ് ഒക്കെ ഉള്ളത്? പുതിയത് കുട്ടികളുണ്ട് സൂക്ഷിക്കുക പറഞ്ഞിട്ട് കലവൂർ രവികുമാർ സാറിന്റെ ഒരു പടമാണ്. പിന്നെ ഉള്ളത് പോലീസ് ഓഫീസർ ആയിട്ട്, അതിലാണ് ACP. ഞാൻ പടമൊക്കെ കണ്ടു, ഗൗരവൊക്കെ വരുത്തി. എനിക്ക് ഇഷ്ടമല്ല, എന്നെ ചിരിക്കാത്ത എന്റെ മുഖക്ക് ഇഷ്ടമല്ല കേട്ടോ. അപ്പൊ ഞാൻ ആ ഫോട്ടോഗ്രാഫറിനോട് പറയുന്നുണ്ട്, ചേട്ടാ ഞാൻ ചിരിക്കാതെ നിൽക്കല് ഭയങ്കര പാടാണ്, എപ്പോഴെങ്കിലും ചിരിക്കാതെ നിന്നാൽ പെട്ടെന്ന് ക്ലിക്ക് ചെയ്തോ. അങ്ങനെയാണ്. അപ്പം അതുണ്ട്. അത് കഴിഞ്ഞിട്ട് മൈസൂർ 150 കിലോമീറ്റർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മൈസൂർ കല്യാണം സോഷ്യൽ ഇഷ്യൂനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഫിലിമാണ്. അപ്പൊ വലിയൊരു കാലയളവിന് ശേഷമാണ് അനുമോളുടെ ഒരു സിനിമ ഇനി വരാൻ പോകുന്നത്. അപ്പൊ ഓൾ ദി വെരി ബെസ്റ്റ്. ഇനി വരണം കേട്ടോ, പടമൊക്കെ കാണാം. സോ ദാറ്റ് വാസ് ആക്ട്രസ്